Good afternoon. Okay, Nirlin, good afternoon. Okay, Anushri, good afternoon. Okay, Sachina. Good afternoon, ma'am. Okay, good afternoon. നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട് മെഡിക്കൽ ടെർമിനോളജി തുടങ്ങി വെച്ചിട്ട് പിന്നെ വന്നില്ലല്ലേ. ഓക്കെ, അപ്പൊ പ്രിഫിക്സും സഫിക്സും ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. കോമൺ റൂട്ട് വേർഡ് തുടങ്ങി അല്ലേ? എന്തോ? Good afternoon. ഓക്കെ 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 അക്ഷ, ഗുഡ് ആഫ്റ്റർനൂൺ. കുറെ നാളായി കണ്ടിട്ടല്ലേ? Good afternoon, ma'am. എന്തോ? ആശയല്ല, ഹരിത. ഞാൻ ആശയുടെ പറയണ ഞാൻ കേട്ടു. ഞാൻ ആശയുടെ മെസ്സേജ് വായിച്ചതാണ്. ഓക്കെ ശരണ്യ. അപ്പൊ നമുക്ക് പേനയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് കോമൺ റൂട്ട് വേർഡ്സ് വരെ മിസ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. 10 വരെ പറഞ്ഞു നിർത്തി അല്ലെ? AUDI OD വരെ അല്ലെ? അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ടു ഹിയർ എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള നമുക്ക് നോക്കാം. ഓക്കെ, മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് കോമൺ റൂട്ട് വേർഡ് ആണ് പറയുന്നത് കേട്ടോ. കോമൺ റൂട്ട് വേർഡ്സ്. ഓക്കെ, ഇപ്പൊ 10 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് കിടക്കാം കേട്ടോ. 11 തൊട്ടാണ്. 11 തൊട്ട് എത്ര വരെ ഉണ്ടാവും പേജിനകത്ത്? 29 വരെ കേട്ടോ. 29 വരെയാണ് കോമൺ റൂട്ട് വേർഡ് കേട്ടോ. അത് പ്രത്യേകം പറയുന്ന റൂട്ട് വേർഡ് ആണ് പറയുന്നത് കേട്ടോ. റൂട്ട് വേർഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ? ഇറ്റ് ഈസ് ദ ചീഫ് പാർട്ട് അല്ലെ? ഫണ്ടമെന്റൽ പാർട്ട് അഥവാ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് വേർഡ് അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. വേർഡ് റൂട്ട് സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ബോഡി ഓർഗനെ ആയിരിക്കും അല്ലെ? ഏതെങ്കിലും ഒരു ബോഡി ഓർഗനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഗൻ സിസ്റ്റത്തിനെയാണ് പൊതുവെ കോമൺ റൂട്ട് വേർഡ് കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വായിക്കാം കേട്ടോ. വായിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നോക്കാം. 11ാമത്തെ ബ്രോങ്ക് ആണ് കേട്ടോ. ബ്രോങ്ക്, BRONCH ബ്രോങ്ക്. ഓക്കെ നന്ദിനി? ബ്രോങ്ക്, ബ്രോങ്കിയോൾസ്, ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ബ്രോങ്ക് എന്ന് പറയുന്ന വേർഡ് റൂട്ടിന്റെ മീനിങ് എന്താണ്? എന്താണ് അതിന്റെ മീനിങ്? വിൻഡ് പൈപ്പ് എന്നാണ് കേട്ടോ. വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പ് മീൻസ് നമ്മുടെ ട്രക്കിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? ട്രക്കിയ, നമ്മുടെ ശ്വാസനാളം ഉണ്ടല്ലോ, ശ്വാസനാളം. അതെ, അതാണ് വിൻഡ് പൈപ്പ് അഥവാ നമുക്ക് ട്രക്കിയ എന്നൊക്കെ പറയാം കേട്ടോ. അതാണ് ബ്രോങ്ക്. നമുക്കറിയാം ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമുക്ക് ഇങ്ങനെ നമ്മുടെ ശ്വസനനാളത്തില് ഇങ്ങനെ കഫം കെട്ടിക്കിടന്നിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ. ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ബ്രോങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വിൻഡ് പൈപ്പ് കേട്ടോ. നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തതാണ് ബക്ക്, BUCC ബക്ക്. ബക്ക് എന്താണ് മീനിങ്? ചീക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ചീക്ക്. ഓക്കെ, കവിൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് ചീക്ക്. ഓക്കെ, അടുത്തതാണ് ബർസ, BURSA, ബർസ. ബർസ എന്താണ് മീനിങ്? പൗച്ച് ഓർ സാക്ക് എന്നാണ് കേട്ടോ. പൗച്ച് ഓർ സാക്ക്
That means small sac that filled with a fluid. അല്ലെ? എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ഒക്കെ നിറച്ച് വെച്ചിരിക്കുന്ന നിറയുന്ന ആ സാക്ക് അല്ലെങ്കിൽ പൗച്ച് അതിനെയൊക്കെ നമ്മൾ അതാണ് അതിന്റെ മീനിങ് കേട്ടോ. ബർസ എന്നാണ് പറയുന്നത് കേട്ടോ. ബർസ മീനിങ് പൗച്ച് ഓർ സാക്ക്. ഓക്കെ ഓക്കെ പ്രസീത. പിന്നെന്താണ് കാലസ് അല്ലെ? കാലസിന്റെ മീനിങ് എന്താണ് നോക്കി. ഹാർഡ് അല്ലെങ്കിൽ തിക് സ്കിൻ. ആൾസോ എ മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. ഹാർഡ് ആയിട്ടുള്ള കട്ടിയുള്ള തിക്ക് ആയിട്ടുള്ള സ്കിൻ ഭാഗത്തിനാണ് നമ്മൾ കാലസ് എന്നാണ് പറയുന്നത്. നമ്മള് കയ്യിൽ തയമ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. തയമ്പ് ഉണ്ടാവുക നമുക്ക് എന്തെങ്കിലും കാര്യം സ്ഥിരമായിട്ട് കൈകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കൈപ്പത്തിയുടെ ഈ ഭാഗത്തൊക്കെ ഒരു തയമ്പ് പോലെ വരാം അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. എന്താണ് അവിടുത്തെ സ്കിന്ന് വളരെ തിക്കായിരിക്കും അല്ലെ. നമുക്ക് അങ്ങനെ അല്ലെ നല്ല കട്ടിയായിട്ടിരിക്കുന്നു. സ്ഥിരമായിട്ട് ഒന്നും വേണ്ട. നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ബസ്സിൽ കമ്പികൾ പിടിച്ചു പോകുന്ന ആളുകളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അറിയാൻ പറ്റും നമ്മുടെ കൈയുടെ ഇവിടെ വരാറുണ്ട്. വരാറില്ലേ? ഓക്കെ, അപ്പൊ അതന്നെയാണ് കേട്ടോ കാലസ്. ഹാർഡ് അല്ലെങ്കിൽ തിക്ക് സ്കിൻ കേട്ടോ. സ്കിന്ന് വളരെ കട്ടിയായിട്ടുള്ള ആ സ്കിന്നാണ്. ആൾസോ എ മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ് കേട്ടോ. അവിടെ ടിഷ്യൂസ് ഇങ്ങനെ കണക്ട് ചെയ്ത് അവിടെ ഫോം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അവിടെ സ്കിൻ എന്തായി മാറാണ്? കട്ടിയുള്ളതായിട്ട് മാറാണ് കേട്ടോ. ഹാർഡായിട്ട് മാറാണ്. ഓക്കെ, അടുത്ത വാക്ക് എന്താണ്? കാസ്റ്റിൻ. കാർസിനോജൻ അല്ലെ. കാർസിനോജൻ എന്താണ്? ക്യാൻസർ ആണ് അല്ലെ. കാർസിനോജൻ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാൻസർ അല്ലെ. ക്യാൻസർ ഏജൻസിന് നമ്മൾ കാർസിനോജൻ ആണ് അല്ലെ. ക്യാൻസർ പ്രൊഡ്യൂസിങ് ഏജൻസിന് നമ്മൾ എന്ത് പറയും? കാർസിനോജൻ എന്ന് പറയും അല്ലെ. അപ്പൊ കാർസിൻ എന്താണ്? ക്യാൻസർ കേട്ടോ. ക്യാൻസർ മറക്കരുത് കേട്ടോ. അടുത്തതാണ് കരോട്ടിഡ്. എന്താണ് കരോട്ടിഡ് കേട്ടോ. കരോട്ടിഡ് മീൻസ് എന്താണ്? ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക് കേട്ടോ. നമ്മുടെ ഈ നെക്കിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഗ്രേറ്റ് ആർട്ടറി മീൻസ് ലാർജ് ബ്ലഡ് വെസൽ ആണ് അല്ലെ. ലാർജ് ബ്ലഡ് വെസൽ ആണ് കേട്ടോ ഇൻ ദ നെക്ക്. ദാറ്റ് കാരീസ് ദ ബ്ലഡ് ടു ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മുടെ എന്താണ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ആ ഒരു ആർട്ടറിയാണ് കേട്ടോ ഗ്രേറ്റ് ആർട്ടറി. അതാണ് കരോട്ടിഡ് എന്നാണ് പറയുക കേട്ടോ. കരോട്ടിഡ് ദാറ്റ് മീൻസ് നമ്മുടെ ലാർജ് ആയിട്ടുള്ള ബ്ലഡ് വെസൽ ആണ്. ഓക്കെ, ബ്ലഡ് വെസൽ ദാറ്റ് കാരീസ് ദ ബ്ലഡ് ടു ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലോട്ട് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന വലിയൊരു ബ്ലഡ് വെസൽ ആണ് കേട്ടോ കരോട്ടിഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ആർട്ടറിയാണ് കേട്ടോ. അടുത്തതാണ് കാർപ്പസ്. കാർപ്പസ് എന്ന് പറഞ്ഞാൽ റിസ്റ്റ് ആണ്. കൈത്തണ്ട എന്ന് പറയുന്നത് റിസ്റ്റ്. കാർപ്പസ്. കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ഓഫ് ദ റിസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് റിസ്റ്റിന് ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു വേദനയാണ് കേട്ടോ. എന്താണ് ഹരിത? നാളെ ആണോ? ഓക്കെ, അപ്പൊ അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കും കേട്ടോ മോളുടെ അടുത്ത്. ഓക്കെ ഹരിത, മോൾക്ക് എത്ര വയസ്സായി? എത്ര വയസ്സുണ്ട് മോൾക്ക്? ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്മാർട്ട് സ്ട്രീറ്റ് എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കും കേട്ടോ മോളുടെ അടുത്ത്. ഓക്കെ, 5 വയസ്സാണ്. ഓക്കെ, അപ്പൊ കുഞ്ഞു മോളാണ് അല്ലെ. അപ്പൊ മോളിപ്പോ സ്കൂളിൽ പോയോ? സ്കൂളിലായിരിക്കില്ല. അപ്പൊ മോളുടെ അടുത്ത് പ്രത്യേകം വിഷസ് അറിയിക്കും കേട്ടോ. ഞങ്ങൾ അറിയിച്ചു എന്ന് പറയും. നമുക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവും കേട്ടോ. ഓക്കെ ഹരിത, ശരി. അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞത്? കരോട്ടിഡ് അല്ലെ. അപ്പൊ കരോട്ടിഡ് എന്താണ്? ഓക്കെ, മോളാണ് അവിടെ ഇരിക്കുന്നത്. മോള് കേൾക്കുന്നുണ്ടോ? മോൾക്ക് അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ് കേട്ടോ. അടിപൊളിയായിട്ട് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണേ. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് അഡ്മിറ്റ് ചെയ്തേ. കേൾക്കാൻ പറ്റുന്നില്ല സൗണ്ട്. പറഞ്ഞോളൂ. താങ്ക് യു മിസ്. താങ്ക് യു മോളു. എന്താണ് ബർത്ത്ഡേ എന്താ പ്രോഗ്രാം? നാളെ അച്ഛനമ്മയ്ക്ക് എന്താ മേടിച്ചു തരുന്നേ? കേക്ക് മേടിക്കൂലേ? ഡ്രസ് മേടിച്ചോ? ഓ അത് ശരി. അപ്പൊ നാളെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടോ. ഓക്കെ, ശരി കേട്ടോ.
മോളുടെ പേര് ചോദിച്ചില്ലല്ലോ, മോളുടെ പേരെന്താ? ശ്രീയ ലക്ഷ്മി മാം. ശ്രീയ ലക്ഷ്മി. ശ്രീയ. ഓക്കെ ശ്രീയ ലക്ഷ്മി അല്ലേ? നല്ല പേരാണല്ലോ. ഞാൻ പോയില്ല, മുക്കൊലിപ്പോയുടെ സ്കൂളിൽ പോയില്ല, ഇവിടെ ഉണ്ട് ആള്. ആണല്ലേ? ഓ അത് ശരി. നാളെ സ്കൂളിൽ പോകുന്നുണ്ടോ? നാളെ വിടുന്നില്ല, ബർത്ത്ഡേ നാളെ വിടുന്നില്ല, മാറ്റുനാട്ടിൽ പോകുന്നുള്ളൂ. ഞാൻ നാളെ സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സിനൊക്കെ മിഠായി മേടിച്ച് മിഠായിയൊക്കെ കൊണ്ടുപോകുന്ന വിചാരിച്ചു. ഇല്ല, പനിയും മുക്കടൊക്കെ കുറവില്ല, അപ്പോഴും നാളെ കഴിഞ്ഞ് വിടാന്ന് കരുതി. ഓ അത് ശരി. ഓക്കെ മാം. അപ്പൊ ഓക്കെ ശ്രീകുട്ടി. ഓക്കെ താങ്ക് യു. എന്തായാലും ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കും കേട്ടോ. ഓക്കെ, കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്താൽ സന്തോഷമായിരിക്കും. അപ്പൊ മിസ് ഇവിടെ എല്ലാവരോടും പറയാം കേട്ടോ. മിസ് എല്ലാവരുടെ അടുത്തുകൂടെ പറയാം കേട്ടോ. മോൾക്ക് നാളെ വിഷസ് ഒക്കെ ഇവിടെ അറിയിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. കാർപ്പസ് അല്ലേ നമ്മൾ പറഞ്ഞത്? കാർപ്പസ് എന്ന് പറയുമ്പോ റിസ്റ്റ് കേട്ടോ. റിസ്റ്റ് എന്ന് പറയുമ്പോ കൈ തന്നെ നമ്മൾ റിസ്റ്റ് വാച്ച് എന്നൊക്കെ പറയാറില്ലേ? ഓക്കെ, അപ്പൊ അത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് കേട്ടോ. നമ്മുടെ റിസ്റ്റിന്റെ അവിടെ വരുന്ന ഒരു വേദനയാണ് കേട്ടോ. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടാവില്ല എന്തായാലും. ഓക്കെ, കാർപ്പസ് എന്ന് പറഞ്ഞാൽ റിസ്റ്റ് എന്നർത്ഥം കേട്ടോ. റിസ്റ്റ്. ഓക്കെ, അടുത്തതാണ് സെന്റ്. സെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്ര സെന്റ് എന്നൊക്കെ പറയാറുണ്ട്. എത്ര 100 പറയാറുണ്ട് അല്ലെ? എത്ര സെന്റ് അല്ലെ? 100 അല്ലെ? 100 ആണ് അല്ലെ? പെർസെന്റേജ്, പെർസെന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? എ ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം 100 ഓഫ് 100 കേട്ടോ. ഓക്കെ, 100 ആണ്. അല്ലെങ്കിൽ നമ്മൾ പെർസെന്റേജ് എന്നൊക്കെ പറയുമ്പോൾ 100-ലല്ലേ നമ്മൾ പറയുന്നത്? ഓക്കെ, അടുത്തതാണ് സെന്റി. CENTE, സെന്റി കേട്ടോ. സെന്റി എന്താണെന്നറിയോ? ടു പങ്ക്ചർ. എന്താണ്? ടു പങ്ക്ചർ ബ്രാക്കറ്റിൽ എ ബോഡി ക്യാവിറ്റി കേട്ടോ. പങ്ക്ചർ ചെയ്യാന്ന് വെച്ചാൽ കുത്തുക. ടു പങ്ക്ചർ ക്യാവിറ്റി മീൻസ് നമ്മൾ കുത്തുന്നതിനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ സെന്റി മീൻസ് ടു പങ്ക്ചർ കേട്ടോ. കുത്തുക എന്നാണ് അർത്ഥം കേട്ടോ. കുത്തുക അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. നമ്മൾ മെഡിക്കൽ പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് ബോഡി ക്യാവിറ്റിയിൽ നമ്മൾ പങ്ക്ചർ ചെയ്യാം കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് സെന്റി. നെക്സ്റ്റ് വരുന്നതാണ് സിലി. എന്താണ് സിലി? സിലി എന്താണെന്നറിയാൻ മീനിങ് ഐലിഡ് എന്നാണ് കേട്ടോ. ഐലിഡ് അതായത് നമ്മുടെ കൺപോള എന്ന് പറയില്ല, ആ ഭാഗമാണ് കേട്ടോ. സീലിയറി പേശികൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സീലിയറി മസിൽസ്. സീലിയറി മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ആ ഒരു കൺപോളയിലേക്ക് അടയ്ക്കുകയും തുറക്കുകയും അതിനൊക്കെ സഹായിക്കുന്ന ഒരു മസിൽ ഉണ്ട് കേട്ടോ. അതിന് സീലിയറി മസിൽ എന്നാണ് പറയുക. അപ്പൊ സിലി എന്ന് പറയുന്ന ഐലിഡ് എന്നാണ് മീനിങ് കേട്ടോ. ഐലിഡ്. ഓക്കെ, അടുത്തതാണ് ക്ലെയ്ഡ്. നമ്മൾ സാധാരണ ഓ എന്ന വവ്വലാണ് അതിന്റെ കൂടെ കമ്പൈൻ ചെയ്യാറ് കേട്ടോ. നമ്മൾ കമ്പൈനിങ് വവ്വലിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ ക്ലെയ്ഡ് മീൻസ് ക്ലാവിക്കിൾ എന്നാണ് കേട്ടോ. ക്ലാവിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കോളർ ബോൺ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഷോൾഡറിനെ നമ്മുടെ ഈ ബ്രസ്റ്റ് ബോൺ മീൻസ് മാറില്ല, അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു കോളർ ബോൺ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ക്ലാവിക്കിൾ. ഈ ഒരു ഭാഗം നമ്മുടെ മാറലിനെ നമ്മുടെ ഷോൾഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ബോണിനെയാണ് നമ്മൾ ക്ലാവിക്കിൾ എന്നാണ് പറയുക. ക്ലെയ്ഡ് മീൻസ് ക്ലാവിക്കിൾ കേട്ടോ. ക്ലാവിക്കിൾ കോളർ ബോൺ ദാറ്റ് കണക്ട്സ് ദ ഷോൾഡർ ടു ബ്രസ്റ്റ് ബോൺ ട്ടോ. ഓക്കെ, എന്താണെന്ന് ചോദിക്കില്ല, അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്തതാണ് ക്യൂബിറ്റസ് മീനിങ് എന്താ അറിയോ? എൽബോ എന്നാണ് കേട്ടോ. കൈമുട്ട് കേട്ടോ. അതിനെയാണ് ക്യൂബിറ്റസ് അഥവാ എൽബോ എന്നർത്ഥം കേട്ടോ. ക്യൂബിറ്റസ് എന്നൊക്കെ പറയുന്ന വാക്ക് ലാറ്റിൻ ഒക്കെയാണ്, നമുക്ക് അതറിയില്ല. പക്ഷെ നമ്മുടെ അതിന് ഇംഗ്ലീഷ് വാക്ക് അറിയാം കേട്ടോ. ഇംഗ്ലീഷ് മീനിങ് എന്താണ്? എൽബോ എന്നാണ് കേട്ടോ. അടുത്തതാണ് സൈക്കിൾ. CYCL എന്താണ്? സർക്കിൾ ഓർ സൈക്കിൾ എന്നർത്ഥം കേട്ടോ. സർക്കിൾ ഓർ സൈക്കിൾ. നെക്സ്റ്റ് വരുന്നതാണ് ഡിജിറ്റ്. എന്താണ് ഡിജിറ്റ് കേട്ടോ? ഡിജിറ്റ് എന്താണ് മീനിങ്? ഫിംഗർ അല്ലെങ്കിൽ ടോ എന്നർത്ഥം കേട്ടോ. ഫിംഗർ വിരല്.
ടോ എന്ന് പറഞ്ഞാല് നമ്മുടെ കാലിന്റെ ഏറ്റവും ചെറിയ വിരലുണ്ടല്ലോ, അതിനെയാണ് കേട്ടോ. അത് തന്നെ കാൽവിരൽ കേട്ടോ. കാൽവിരൽ പ്രത്യേകിച്ച് നമ്മുടെ കാലിന്റെ ലാസ്റ്റത്തെ കുഞ്ഞു വിരലുണ്ടല്ലോ. ഓക്കെ, ടോ. നെക്സ്റ്റ് വരുന്നതാണ് എഡി. EDE. എഡി മീൻസ് സ്വെല്ലിംഗ് എന്നാണ് കേട്ടോ. സ്വെല്ലിംഗ്, സ്വെല്ല് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വീർത്ത് വരിക, മുഴച്ചു വരിക, വീക്കം. അതെ അതെ, കറക്റ്റ് ആണ്. വീക്കം, എഡി കേട്ടോ. അടുത്തതാണ് എസ്തേഷ്യോ. എസ്തേഷ്യോ ഓ എന്ന വമ്പനാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വാക്ക് എന്താണ്? അനസ്തേഷ്യ. അതിനകത്ത് ഒരു എസ്തേഷ്യ വരുന്നില്ല, അനസ്തേഷ്യ അല്ലെ. എസ്തേഷ്യോ. എസ്തേഷ്യോ മീൻസ് എന്താണ്? റിലേറ്റിംഗ് ടു സെൻസേഷൻ ഓഫ് പെർസെപ്ഷൻ. സെൻസേഷൻ അഥവാ പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട വാക്ക്. നമ്മൾ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നമ്മുടെ സെൻസേഷനല്ലേ നമ്മൾ അത് കൊടുക്കുന്നത് അല്ലെ. നമ്മുടെ സെൻസേഷന് ചില ഏരിയകളിൽ സെൻസേഷൻ ബ്ലോക്ക് ചെയ്യാണ് നമ്മൾ അല്ലെ. സോ എസ്തേഷ്യോ റിലേറ്റിംഗ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ. അടുത്തത് എന്താണ്? ഫെബർ ട്ടോ. FEBR. ഫെബർ മീൻസ് ഫീവർ ട്ടോ. ഓക്കെ, ഫീവർ. നിങ്ങളോട് ചോദിക്കാം ട്ടോ, ഏതാണ് ഫീവർ എന്ന അർത്ഥം വരുന്ന റൂട്ട് വേർഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഫെബർ ആണ്. ചിലപ്പോ ഫെബർ തന്നിട്ട് അതിന്റെ മീനിങ് ആവും ചോദിക്കണം. അങ്ങോട്ട് ഇങ്ങോട്ടും ചോദിക്കും ട്ടോ. ഒന്നെങ്കിൽ റൂട്ട് വേർഡ് തന്നിട്ട് അതിന്റെ മീനിങ് ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മീനിങ് ഫീവർ എന്ന അർത്ഥം വരുന്ന കോമൺ റൂട്ട് വേർഡ് താഴെ തന്നിരിക്കുന്നതിന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫെബർ ആണ് കേട്ടോ. FEBR. അടുത്തത് ഫ്ലെക്സ്. ഫ്ലെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലെക്സിബിൾ നമുക്ക് ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഓക്കെ, ബെൻഡ് ട്ടോ. ബെൻഡ് ബെൻഡ് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് അല്ലേ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഫോറമൻ. ഫോറമൻ മീൻസ് ഓപ്പണിംഗ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഫോറമൻ മീൻസ് എന്താണ്? ഓപ്പണിംഗ്. സെയിം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലെക്സ് മീൻസ് ബെൻഡ്, ഫോറമൻ മീൻസ് ഓപ്പണിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്തോളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് പറയാണ്. 11 മാർക്ക് ചെയ്തോളൂ. 11 കേട്ടോ. 11 ആദ്യം നമ്മൾ 11 പറഞ്ഞില്ലേ, റോങ് അല്ലെ. 25 കേട്ടോ. 11. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 15. 15 കേട്ടോ. 15. അതുപോലെ തന്നെ 17, 17, then 19, 23, 23, 27, 27. ഓക്കെ, ഏതൊക്കെയാണ്? 11, 15, 17, 19, 23, 27. കിട്ടിയോ? മാർക്ക് ചെയ്തോ എല്ലാവരും? 11, 15, 17, 19, 23, 27 കേട്ടോ. അത്രയും മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്ത് വെക്കുന്നത് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളത് പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പറ്റുന്നവര് പഠിക്കാം, പക്ഷെ മാർക്ക് ചെയ്ത് വെക്കുന്നത് നിർബന്ധമായിട്ട് പഠിച്ചു തന്നെ എക്സാം അറ്റൻഡ് കേട്ടോ. നമ്മളിത് പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതും മറ്റൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അതെന്തായാലും വായിച്ചിട്ട് പോകണം. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജില് 30 തൊട്ടാണ് കേട്ടോ. 30 തൊട്ട് 52 വരെയാണ് കേട്ടോ. കോമൺ റൂട്ട് വേർഡ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, 30. 30ാമത്തെ വായിക്കാം. ഫ്രാക്റ്റ്. ഫ്രാക്റ്റ് എന്ന് പറയുമ്പോ അറിയാലോ, നമ്മൾ പൊതുവെ പറയുന്നത് ഫ്രാക്ചർ ആയി, കൈ ഫ്രാക്ചർ ആയി, കാല് ഫ്രാക്ചർ ആയി, ബ്രേക്ക് ആവാണ് അല്ലെ. ബോൺ അവിടെ ബ്രേക്ക് ആവാണ് അല്ലെ. അപ്പൊ ഫ്രാക്റ്റ് എന്താണ്? ബ്രേക്ക്. ഫ്രാക്ചർ എന്ന് ആലോചിച്ചാൽ മതി, ബ്രേക്ക് കേട്ടോ. അടുത്തതാണ് ജസ്റ്റ്. GEST, ജസ്റ്റ്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് ക്യാരി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ക്യാരി അല്ലെങ്കിൽ പ്രൊഡ്യൂസ്, കൺജഷൻ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ജസ്റ്റേഷൻ പീരീഡ്, പ്രഗ്നൻസി പീരീഡ് നമ്മൾ പറയുന്ന ഒരു ഇതാണ് കേട്ടോ. ജസ്റ്റേഷൻ പീരീഡ്, ജസ്റ്റേഷൻ, ക്യാരിയിങ് പീരീഡ് അല്ലെ, പ്രൊഡ്യൂസ്, കൺജഷൻ എന്നൊക്കെയുള്ള മീനിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് 29 പറഞ്ഞല്ലോ, ഫോറമൻ ഓപ്പണിംഗ്. അത് സെയിം ആണ്. അത് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. 29 കണ്ടോ, സെയിം റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. ഫോറമൻ മീൻസ് ഓപ്പണിംഗ്. അപ്പോ ഫ്രാക്റ്റ് എന്താണ്? ബ്രേക്ക് കേട്ടോ. ജസ്റ്റ് എന്താണ്? ക്യാരി അല്ലെങ്കിൽ പ്രൊഡ്യൂസ്, കൺജഷൻ എന്നൊക്കെയുള്ള മീനിങ് ആണ്. അടുത്തതാണ് ഗ്നോ. GNO. ഗ്നോ. ഗ്നോ മീൻസ് നോ. KNOW, നോ, അറിയുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. നോ, ഗ്നോ. ഓക്കെ, അടുത്തതാണ് ഗ്രാം. ഗ്രാം എന്താണ്? സംതിങ് റിട്ടേൺ ഓർ റെക്കോർഡ് അല്ലെ. റെക്കോർഡ്, റെക്കോർഡിനെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെ, ഇലക്ട്രോ എൻസെഫാലോഗ്രാം.
ECG, EEG, ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം, പിന്നെ ഇലക്ട്രോമയോഗ്രാം, അത് തന്നെ മതി, കറക്റ്റ് ആണ്. ആൻജിയോഗ്രാം അല്ലെ? ഓക്കെ, ഇപ്പൊ ഇവിടെയൊക്കെ എന്താണ് സംതിങ് റിട്ടൺ റെക്കോർഡഡ് ആണ് കേട്ടോ, റെക്കോർഡ് ചെയ്യുന്നതിന്റെ. അത് തന്നെയാണ് ഗ്രാഫ്. ഗ്രാഫ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഓൺ റെക്കോർഡ് കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം, എൻസെഫലോഗ്രാഫ്, ഇലക്ട്രോമയോഗ്രാഫ് എന്നൊക്കെ പറയുമ്പോൾ റൈറ്റ് ഓൺ റെക്കോർഡ്. ഓക്കെ, അടുത്തതാണ് ഹ്യൂമറസ്. ഹ്യൂമറസ് എന്താണെന്ന് അറിയോ? ദ ബോൺ ഇൻ ദ അപ്പർ ആം. നമ്മുടെ ഈ അപ്പർ ആം ഉണ്ടല്ലോ, നമ്മുടെ കൈയുടെ ഈ ഭാഗത്ത് ആ ഒരു ലോങ് ആയിട്ടുള്ള ബോൺ ആണ് കേട്ടോ, ഹ്യൂമറസ് എന്നാണ് പറയുക. ഹ്യൂമറസ് മീൻസ് ദ ബോൺ ഇൻ ദ അപ്പർ ആം. ഓക്കെ, അടുത്തതാണ് IDI. ഓക്കെ, IDI എന്താണ്? ഡിഫറെന്റ് അഥവാ ഡിസ്റ്റിങ്ക്റ്റ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഡിഫറെന്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ്. നെക്സ്റ്റ് വരുന്നതാണ് അയഡോ. ഓ എന്ന മുമ്പനാണ് ചേർക്കുക കേട്ടോ. അയഡോ എന്താണ്? അയഡിൻ. എന്താണ്? അയഡിൻ ആണ് കേട്ടോ, അയഡിൻ. ഓക്കെ, ലാക്റ്റ് മീൻസ് മിൽക്ക്. നമ്മൾ ലാക്ടോജൻ ഒക്കെ കേട്ടിട്ടില്ലേ? ലാക്റ്റിക് ആസിഡ്, ലാക്ടോജൻ. കുഞ്ഞുവാവുകൾക്കൊക്കെ ലാക്ടോജൻ ഒക്കെ കലക്കി കൊടുക്കാറില്ലേ മിൽക്കിന് പകരമായിട്ട് അല്ലെ? ലാക്ട് മീൻസ് മിൽക്ക് കേട്ടോ, ലാക്ടോജൻ. അടുത്തത് ലിംഗോ. ലിംഗു, LINGU. ലിംഗു എന്ന് പറയുമ്പോൾ ടങ്ക് എന്നുള്ള മീനിങ് ആണ് കേട്ടോ, ടങ്ക്. നമ്മളെ ലിംഗ്വിസ്റ്റിക്സ് എന്നൊക്കെ പറയില്ലേ? ലിംഗു മീൻസ് നമ്മൾ ഈ നാവിന്റെ ഇടയിലൊക്കെ വെക്കുന്ന ചില മെഡിക്കേഷൻസിനൊക്കെ നമ്മൾ ലിംഗു എന്ന ചേർത്താണ് പറയുക കേട്ടോ. ടങ്ക് എന്നർത്ഥം കേട്ടോ, നാവ്. ഓക്കെ, ലിംഗു മീൻസ് ലിംഗ്വിസ്റ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ടങ്ക്, അത് തന്നെ ഷാനി, കറക്റ്റ് ആണ്. ലിംഗ്വിസ്റ്റിക് അല്ലെ, ടങ്ക് കേട്ടോ. ഓക്കെ, അടുത്തത് മെൻ. എന്താണ്? MEN, മന്ത്. മെൻസ്ട്രൽ പീരീഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? മന്തിൽ ഉണ്ടാവുന്ന കാര്യമാണ്. സോ മെൻസ്ട്രൽ പീരീഡ്, മെൻ, മന്ത് കേട്ടോ, മന്ത്. ഓക്കെ, അടുത്തതാണ് ഒക്യൂൾ. ഒക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഐ എന്നർത്ഥം, കണ്ണെന്നാണ് കേട്ടോ, ഒക്യൂൾ. ഓക്കെ, ഒക്യൂൾ കേട്ടോ, OCUL. ഒക്യൂൾ മീൻസ് ഐ, കണ്ണ് കേട്ടോ. അടുത്തത് OV. കേൾക്കുമ്പോ ഓവറി, ഓവം എന്നൊക്കെ പറയുന്നത് എന്താണ്? എഗ് അല്ലെ? എഗ്, അത് തന്നെ ഷാനി, കറക്റ്റ് ആണ്, ഓവറി അല്ലെ? എഗ്. പിന്നെ ഓവ്യൂലേഷൻ അല്ലെ? എഗ് പ്രൊഡ്യൂസിങ് കഴിഞ്ഞ് നമ്മൾ ഓവ്യൂലേഷൻ ആണ്, എഗ് പ്രൊഡ്യൂസിങ്, ഓവ്യൂലേഷൻ അല്ലെ? ഓവറി എന്നൊക്കെ പറയുന്നത് എഗ് ആയിട്ട് കണക്ട് ചെയ്യുക. അടുത്തതാണ് മീനിങ്. അടുത്തതാണ് പാൽപേറ്റ്. പാൽപേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാൽപേറ്റ് മീൻസ് ടു ഇൻസ്പെക്ട് ബൈ ടച്ച്. നമ്മൾ ടച്ചിലൂടെ പരിശോധിക്കുന്നതിനെയാണ് പാൽപേറ്റ് എന്നാണ് പറയുന്നത്. ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, നമ്മൾ തൊട്ട് നോക്കി ടച്ചിലൂടെ ഇൻസ്പെക്ട് ചെയ്യുന്നതിന് പാൽപേറ്റ് എന്നാണ് പറയുക. അടുത്തതാണ് ടെഡ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പീഡിയാട്രിക്, അത് തന്നെ പീഡിയാട്രിക്, ചൈൽഡ് ഓഫ് ഫുഡ് അല്ലെ? പീഡിയാട്രിക് ചൈൽഡ് ആണ്. ഇനി നമ്മൾ പെഡസ്ട്രിയൻ എന്നൊക്കെ പറയുന്നത്. പെഡസ്ട്രിയൻ നമ്മൾ ഈ കാൽനട യാത്രക്കാർക്ക് പോകുന്ന റോഡിൽ നടക്കാനുള്ള നമ്മൾ പെഡസ്ട്രിയൻ എന്നാണ് പറയുക അല്ലെ? അപ്പൊ ഫുഡുമായിട്ട് കണക്ട് ചെയ്യാം. മെഡിക്കൽ ടേം എന്താ? പീഡിയാട്രിക് ആണ്. ഓക്കെ, പിന്നെ ഫുഡ് എന്നുള്ള മീനിങ് ഉണ്ട് കേട്ടോ. അടുത്തതാണ് പെർക്കസ്. പെർക്കസ് എന്താണെന്ന് അറിയോ മീനിങ്? ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്. നമ്മളിങ്ങനെ തട്ടിങ് ഉണ്ട്, അങ്ങനെ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിട്ട് തട്ടിയിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യില്ലേ? അതിനെയാണ് പെർക്കസ് എന്ന് പറയുന്നത്. അപ്പൊ പാൽപേറ്റും പെർക്കസ്. പാൽപേറ്റ് എന്താണ്? ടു ഇൻസ്പെക്ട് ബൈ ടച്ച് എന്നാണ്. ടച്ചിലൂടെ ഇൻസ്പെക്ട് ചെയ്യുന്നതിന് പാൽപേറ്റ് എന്നും, പെർക്കസ് എന്ന് പറഞ്ഞാല് ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ് ആണ് കേട്ടോ. സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് നമ്മളത് തട്ടിയിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നതിന് പെർക്കസ് എന്നാണ് പറയുക കേട്ടോ. അടുത്തതാണ് ഫോട്ടോ. ഫോട്ടോ എന്ന് പറയുമ്പോൾ ഫോട്ടോൺ അല്ലെ? ഫോട്ടോ മെഡിസിൻ. ഓക്കെ, ഫോട്ടോസിന്തസിസ്. ഫോട്ടോ എന്ന് കേട്ടാൽ എന്താണ്? ലൈറ്റ് ആണ് അല്ലെ? ഓക്കെ, ലൈറ്റ് ആണ് ഫോട്ടോ അല്ലെ? ഫോട്ടോസിന്തസിസ്, ഫോട്ടോൺസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ലൈറ്റ് ആണ് അല്ലെ? നെക്സ്റ്റ് വരുന്നതാണ് പ്യൂർ അല്ലെ? പ്ലൂറ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പ്യൂർ എന്ന് മീൻസ് റിബ് ഓർ സൈഡ് എന്നുള്ള അർത്ഥം. റിബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ? വാരിയെല്ലുകളിന്റെ ഭാഗമാണ് കേട്ടോ. സൈഡ്, ഓക്കെ, സൈഡ്. പ്ലൂറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിനെ കവർ ചെയ്യുന്ന ഒരു ആവരണം ഉണ്ട്, അതിനെ നമ്മൾ പ്ലൂറ എന്നാണ് പറയുക കേട്ടോ. പ്ലൂറ. ഓക്കെ, ശരിക്കും പറഞ്ഞത് റിബ്സിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. റിബ് അതിന്റെ അടുത്താണല്ലോ ശ്വാസകോശം ഇരിക്കുന്നത്. അപ്പൊ ഈ ശ്വാസകോശത്തിനെ കവർ ചെയ്യുന്ന ആവരണത്തിന് നമ്മൾ പ്ലൂറ എന്നാണ് പറയുക കേട്ടോ. റിബ് അല്ലെങ്കിൽ സൈഡ് എന്നുള്ള അർത്ഥം കേട്ടോ. അടുത്തതാണ് ടോ. ടോ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. ടോ എന്താണ്? ക്രിപ്റ്റോസിസ്റ്റം. ഓക്കെ, ടോ മീൻസ് ഫൂട്ട് കേട്ടോ. ഫൂട്ട് എന്നൊരു അർത്ഥമാണ്. അടുത്തത് ചയൽ മീൻസ് സലൈവ. നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈമാണ് ചയലിൻ എന്ന് പറയും.
ഓക്കെ കറക്റ്റ് ആണ് ഉമിനീര്. അതെ, ടൈലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് നമ്മുടെ ഉമിനീരിനകത്ത് കേട്ടോ. അപ്പൊ ടയർ മീൻസ് എന്താണ്? സലൈവ കേട്ടോ, ഉമിനീര്. അടുത്തതാണ് പൈ, ആരും ഉച്ചരിക്കുന്നില്ല. പൈ മീൻസ് ഫയർ എന്നുള്ള അർത്ഥം കേട്ടോ. ഫയർ എന്നാണ് മീനിങ്. നെക്സ്റ്റ് വരുന്നതാണ് റേഡിയസ്. റേഡിയസിന് രണ്ട് മീനിങ് ഉണ്ട്. നമ്മൾ മെഡിക്കൽ ടേമിൽ റേഡിയസ് എന്ന് പറഞ്ഞാല് ദ ഫോർ ആം ബോൺ ഓൺ ദ തമ്പ് സൈഡ് കേട്ടോ. ദ ഫോർ ആം ബോൺ ഓൺ ദ തമ്പ് സൈഡ്, നമ്മുടെ ഈ തള്ളവിരലില്ലേ, കൈയുടെ തള്ളവിരലിൽ, അതുപോലെ തന്നെ നമ്മുടെ കൈത്തണ്ടയിൽ അസ്ഥി ഉണ്ടല്ലോ, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ബോണിനെയാണ് നമ്മൾ റേഡിയസ് എന്നാണ് പറയുന്നത്. കയ്യിലുള്ളതാണ് കേട്ടോ, നമ്മുടെ ഈ തള്ളവിരലും അതുപോലെ നമ്മുടെ ആ കൈത്തണ്ടയിൽ അസ്ഥി, അത് തമ്മിലുള്ള യോജിക്കുന്ന ആ ഒരു പോർഷൻ, ആ ഒരു ബോണിനെ നമ്മൾ റേഡിയസ് എന്നാണ് പറയുക കേട്ടോ. റേഡിയസ്. പിന്നൊരു റേഡിയസ് നമുക്കറിയാം, നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്ന ഒരു റേഡിയസ് ഉണ്ടല്ലോ, ആരം എന്ന് പറയുന്ന നമ്മൾ റേഡിയസ് എന്നല്ലേ പറയാം. ആൾസോ എ ലൈൻ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓഫ് ദ സ്ഫിയർ ടു ദ എഡ്ജ്. നമ്മളൊരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്നതിന് റേഡിയസ് എന്നല്ലേ പറയാം. ഇവിടെ നമുക്കത് ആവശ്യമില്ല. നമ്മുടെ റേഡിയസ് മെഡിക്കൽ ടേമിൽ എന്താണ്? ഇറ്റ് ഇസ് ദ ഫോർ ആം ബോൺ ഓൺ ദ തമ്പ് സൈഡ്, ദാറ്റ്സ് കോൾഡ് റേഡിയസ് കേട്ടോ. ഓക്കെ, അപ്പോ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. മാർക്ക് ചെയ്യാം, നമ്പേഴ്സ് പറയാം ഞാൻ. 32. ഓക്കെ, 32 മാർക്ക് ചെയ്യാം കേട്ടോ. 32, 34 34, 34, 44, 46, 47, 52 മാർക്ക് ചെയ്തോ? ഇതൊക്കെയാണ് 32, 34, 44, 46, 47, 52. ഓക്കെ, കിട്ടിയ എല്ലാവർക്കും? മാർക്ക് ചെയ്തോ എല്ലാവരും? നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും ലീവായിട്ടൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങളുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അവർക്കും കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത് അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ ആശ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്തത് 53 തൊട്ടാണ് കേട്ടോ. 53 തൊട്ട് എത്രയാണ് ആ പേജിലുള്ളത്? 68 വരെ കേട്ടോ. 68 വരെയുള്ള പേജിൽ. ഫസ്റ്റ് വൺ റീനൽ എന്ന് ഓർത്താൽ മതി. കിഡ്നി നിങ്ങൾ പഠിച്ചിട്ടാണ് ഡയാലിസിസില്. റീനൽ ആർട്ടറി അല്ലെ, അതുപോലെ റീനൽ ഫെയിലിയർ. റീനൽ എന്ന വാക്ക് എന്താണ്? റിലേറ്റഡ് മീനിങ് കിഡ്നി ആണ് കേട്ടോ. അപ്പൊ റീൻ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ദാറ്റ് റെപ്രസെന്റ് ബോഡി ഓർഗൻ. വിച്ച് ഓർഗൻ ആണ്? കിഡ്നി ആണ് കേട്ടോ. ഓക്കെ, റെറ്റിന അറിയാലോ, എന്താണ്? ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ലെയർ ഓഫ് ഐ. ശരിക്കും നമ്മുടെ കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള ആ ഒരു ലെയർ ആണ് എന്ത്? റെറ്റിന. അതിലൂടെയാണ് നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് അല്ലെ, റെറ്റിന അല്ലെ. റെറ്റിന ഏതാണ്? ഇറ്റ് ഇസ് ദ ഇന്നർ ലെയർ ഓഫ് ദ ഐ. നമ്മുടെ കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് എന്ത്? റെറ്റിന എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന് ശരിക്കും 3 പാളികൾ ഉണ്ട് കേട്ടോ. 3 പാളികൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും അകത്തുള്ള പാളിയാണ്, ഇന്നർ ലെയർ ആണ് റെറ്റിന എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് സാൻകു. സാൻകു മീൻസ് ബ്ലഡ് എന്നുള്ള അർത്ഥം. കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ് കേട്ടോ, ബ്ലഡ്. ഓക്കെ, സാൻകു മീൻസ് ബ്ലഡ് കേട്ടോ. അടുത്തതാണ് സെബം. സെബം എന്താണെന്നറിയോ? സെബം എ ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻഡ്സ്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നുണ്ടല്ലോ, നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ, സെബേഷ്യസ് ഗ്ലാൻഡ്. ദാറ്റ് ഗ്ലാൻഡ് ദാറ്റ് പ്രൊഡ്യൂസസ് എ ഫാറ്റി ലൈക്ക് ഒരു സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫാറ്റ് പോലത്തെ ഒരു എന്താ പറയാ, ഒരു അതിനെയാണ് നമ്മൾ സെബം എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് സെബേഷ്യസ് ഗ്ലാൻഡ്. ഈ സെബേഷ്യസ് ഗ്ലാൻഡ് ഒരു ഫാറ്റി പോലെയുള്ള ഒരു ഓയിൽ കണ്ടന്റ് ആയിട്ടുള്ള ഒരു ഇത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സെക്രീഷൻ, ആ ഫാറ്റി സെക്രീഷൻ നമ്മൾ സെബേഷ്യസ് ഗ്ലാൻഡ് ഉത്പാദിപ്പിക്കുന്ന ആ ഒരു സെക്രീഷന് ഫാറ്റി ഒരു സ്റ്റിക്കി പോലത്തെ ഒരു ഫാറ്റി പോലെയുള്ള ഒരു കൊഴുപ്പ് പോലെയുള്ള സെക്രീഷൻ നമ്മൾ സെബം എന്നാണ് പറയുന്നത് കേട്ടോ. ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻഡ്സ്. ഓക്കെ, അടുത്തതാണ് സെക്ട്. സെക്ട് എന്ന് പറയുമ്പോൾ
കട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സെക്ഷൻ, അതെ അതെ, സെക്ഷൻ, ഓരോ സെക്ഷൻ ആക്കുക, അല്ലെങ്കിൽ ഓരോ സെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ കട്ട് ചെയ്യുക അല്ലെ, ഒരു പോർഷൻ ആക്കി മാറ്റുക അല്ലെ, കട്ട് എന്നുള്ള അർത്ഥം. അടുത്തതാണ് സെപ്സിസ്. സെപ്സിസ് എന്താണ്? സെപ്സിസ് മീൻസ് the presence of microorganisms or their toxins in the blood. Also, the toxic condition caused by such presences. അല്ലെ, ഓക്കെ. അതായത് സെപ്സിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്? ഇൻഫെക്ഷൻ തന്നെയാണ്. അതിന്റെ കൂടിയ ലെവലാണ് അല്ലെ. അതായത് നിങ്ങൾ സെപ്സിസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഇൻഫെക്ഷൻ തന്നെയാണ്, പക്ഷെ ആ ഇൻഫെക്ഷൻ എന്താണ്? ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ കലരും അല്ലെ, അത് രക്തത്തിൽ അണുബാധയായിട്ട് മാറും. ബ്ലഡിൽ കലർന്നു കഴിഞ്ഞാൽ അറിയാലോ, മറ്റുള്ള ഓർഗൻസിനെ കൂടെ അത് ബാധിക്കും അല്ലെ. ആ ഒരു അവസ്ഥയാണ് സെപ്സിസ് എന്ന് പറയുന്നത്. സെപ്സിസ് ഇറ്റ് ഇസ് എൻ ഇൻഫെക്ഷൻ ട്ടോ. അത് ഇൻഫെക്ഷൻ ആണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് the presence of microorganisms or their toxins in the blood. ബ്ലഡിൽ ഉണ്ടാകുന്ന ആ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം സൂക്ഷ്മ രോഗാണുക്കൾ മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണത് ഉദ്ദേശിക്കുന്നത്. ഇൻഫെക്ഷൻ തന്നെ കുറച്ച് കൂടിയ ലെവലിലായിട്ട് വരുന്ന ബ്ലഡിൽ കലർന്ന് ബ്ലഡിൽ അണുബാധയായിട്ട് മാറുന്ന അവസ്ഥയെ നമ്മൾ സെപ്സിസ് എന്നാണ് പറയുന്നത്. മരണം വരെ സംഭവിക്കാം സെപ്സിസ് വന്നു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സെപ്റ്റ്. സെപ്റ്റ് മീൻസ് എന്താണെന്നറിയോ? വാൾ. സെപ്റ്റിക്, അതെ, ആന്റിസെപ്റ്റിക് എന്ന് പറയും. സെപ്റ്റ് മീൻസ് ഇവിടെ വാൾ അല്ലെങ്കിൽ ഡിവൈഡർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആൾസോ 7 എന്നുള്ളൊരു മീനിങ് ഉണ്ട് സെപ്റ്റ് കേട്ടോ. 7 എന്നുള്ള മീനിങ് ഉണ്ട്. ഓക്കെ, നമ്മൾ പെൻറ്റ് 5 ആണ്, ഹെക്സ് 6 ആണ്. അതുപോലെ സെപ്റ്റ് എന്ന് പറഞ്ഞ് 7 എന്നുള്ള മീനിങ് ഉണ്ട്. അല്ലെങ്കിൽ മെഡിക്കൽ ടേമിൽ വാൾ ആർ ഡിവൈഡർ കേട്ടോ. നമ്മുടെ മൂക്കിന്റെയും നടുക്കുള്ളതിന് നമ്മൾ സെപ്റ്റം ഓഫ് നോസ് എന്നാണ് പറയാം. നോസിന്റെ ഡിവൈഡർ ആണ് കേട്ടോ. ഓക്കെ, വാൾ അല്ലെങ്കിൽ ഡിവൈഡർ. സെറം. സെറം എന്താണ്? ദ ക്ലിയർ പോർഷൻ ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിംഗ് ബ്ലഡ്. ബ്ലഡ് ഉൾപ്പെടെയുള്ള ബോഡി ഫ്ലൂയിഡ്സിന്റെ ക്ലിയർ ആയിട്ടുള്ള പോർഷനെ നമ്മൾ സെറം എന്നാണ് പറയുന്നത്. ബ്ലഡ് സെറം, ബ്ലഡിന്റെ സെറം എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലിയർ പോർഷൻ ഓഫ് ദ ബ്ലഡ് ആണ്. അതായത് ബ്ലഡിലെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും ബ്ലഡ് സെൽസ് ഒക്കെ മാറ്റിക്കഴിഞ്ഞാലുള്ള ആ ഒരു എന്താ പറയാ ക്ലിയർ ലിക്വിഡ് ക്ലിയർ പോർഷൻ ഓഫ് ദ ബ്ലഡ്, അതിന് നമ്മൾ സെറം എന്നാണ് പറയുക കേട്ടോ. സെറം. ഓക്കെ, അടുത്തതാണ് സൈനസ്. സൈനസ് നമുക്ക് മിക്കവാറും പരിചയമുള്ള ഒരു വാക്കാണ്, നമുക്ക് മിക്കവാറും ഉള്ള ഒരു സംഭവമൊക്കെയാണ് അല്ലെ. സൈനസൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുന്നത് അല്ലെ. സൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാവിറ്റി അഥവാ ചാനൽ ഓർ ഹോളോ സ്പേസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ക്യാവിറ്റി, ചാനൽ ഓർ ഹോളോ സ്പേസ്. പ്രത്യേകിച്ച് നമ്മുടെ നോസും നമ്മുടെ നെറ്റിയുടെ ഈ ഒരു ഭാഗം അവിടെ ഒരു ഹോളോ സ്പേസ് ആണ്. ഓക്കെ, ഒരു ഹോളോ അതിന്റെ ഒരു ക്യാവിറ്റി ആണ്. അവിടെ ഇങ്ങനെ സംഭവം കെട്ടി നിന്നിട്ടൊക്കെയാണ് ഈ സൈനസൈറ്റിസ് പോലെയുള്ള പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സൈനസ് മീൻസ് ക്യാവിറ്റി അല്ലെങ്കിൽ ചാനൽ ഹോളോ സ്പേസ് എന്നാണ് മീനിങ്. അടുത്തതാണ് സോം. സോം എന്ന വവലാണ് സാധാരണ നമ്മൾ ചേർക്കാറ്. ബോഡി, അതെ, സൊമാറ്റിക്. സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ബോഡി. ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് സോം അല്ലെങ്കിൽ സൊമാറ്റിക്. സൊമാറ്റോട്രോപിൻ ഒക്കെ പറഞ്ഞാല് ഒരു ഹോർമോൺ ആണ്, ഗ്രോത്ത് ഹോർമോൺ ആണ് കേട്ടോ. നമ്മുടെ ബോഡിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ. സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ബോഡി, ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. പിന്നെ വരുന്നതാണ് സ്പൈറൽ. സ്പൈറൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. സ്പൈറൽ മീൻസ് എന്താണ്? കോയിൽ. കോയിൽ അല്ലെ, സ്പൈറൽ ബൈൻഡിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കോയിൽ എന്നുള്ള അർത്ഥം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാസിസ്. സ്റ്റാസിസ് എന്താണെന്നറിയോ? സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല കേട്ടോ, ഇത് സ്റ്റാസിസ് ആണ് കേട്ടോ. ഇത് സ്റ്റാസിസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് വേറെ, ഇത് സ്റ്റാസിസ് എന്നാണ്. സ്റ്റാസിസ് ഇപ്പൊ ഹീമോസ്റ്റാസിസ്. ഹീമോസ്റ്റാസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റോപ്പിംഗ് ദ ബ്ലീഡിങ്. നമ്മൾ ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യില്ലേ, അല്ലെങ്കിൽ ബ്ലഡ് പോലെയുള്ള അത്തരം ബോഡി ഫ്ലൂയിഡ്സിന്റെ ആ ഒരു ബ്ലീഡിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സ്ലോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ സ്റ്റാസിസ് എന്നാണ് പറയുക. ഹീമോസ്റ്റാസിസ് ദാറ്റ് മീൻസ് സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. സ്റ്റാച്ചർ. സ്റ്റാച്ചർ എന്താണ്? ഹൈറ്റ് അല്ലെ. സ്റ്റാച്ചർ എന്താണ്? ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് എന്നാണ് കേട്ടോ മീനിങ്. സ്റ്റാച്ചർ മീൻസ് ഹൈറ്റ്. അടുത്തതാണ് സ്റ്റേൺ. സ്റ്റേൺ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ അതിന്റെ കൂടെ ചേർക്കുന്ന വവ്വൽ ഓ ആണ് കേട്ടോ. ശരിക്കും ഒരു ബ്രാക്കറ്റിലല്ല, ഒരു സ്ലാഷ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. സ്റ്റേൺ മീൻസ് സ്റ്റേർണം. സ്റ്റേർണം എന്താണ്? ബ്രസ്റ്റ് ബോൺ, മാറിൽ എന്ന് പറയും കേട്ടോ. മാറില് ഇതിനെയാണ് നമ്മള് സ്റ്റേർണം എന്ന് പറയുക കേട്ടോ. സ്റ്റേർണം. സ്റ്റേൺ മീൻസ് സ്റ്റേർണം. അല്ലെങ്കിൽ നിങ്ങൾ അർത്ഥം നമ്മൾ പറയുന്നത് സ്റ്റേൺ ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലെ. സ്റ്റേൺ ആയിട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ എന്താ? പേടിക്കാതെ നമ്മുടെ
മാറിലൊക്കെ നമ്മൾ നിർത്തി നല്ല അല്ലെ നല്ല സ്റ്റാൻഡ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ വിചാരിച്ചാൽ മതി കേട്ടോ. സ്റ്റേണം മീൻസ് ബ്രസ്റ്റ് ബോൺ മാറില്ല കേട്ടോ. അടുത്തതാണ് സ്റ്റോമ. സ്റ്റോമ എന്താ അറിയോ മീനിങ്? എനി ടൈനി ഓപ്പൺ എന്താ സ്റ്റോമ? ഓക്കെ, എനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി ആണ് കേട്ടോ. ഇവിടെ സ്റ്റോമ മീനിങ് വേറെയാണ്, സ്റ്റൊമക്ക് എന്നുള്ള അർത്ഥമല്ല. എനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി, നമ്മുടെ ബോഡിയുടെ സർഫസിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഓപ്പണിംഗ് ആയിട്ടുള്ള അതിന് നമ്മൾ ടൈനി ആയിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോമ എന്നാണ് പറയുന്നത് കേട്ടോ. ലൈക്ക് പോർ, ചെറിയൊരു സുഷിരം പോലെ, പോർ പോലെ. ഓക്കെ, പിന്നെ വേറൊരു മീനിങ്ങും കൂടി ഉണ്ട്. ദ ഓപ്പണിംഗ് ക്രിയേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ വാൾ ഫോർ ദ പാസേജ് ഓഫ് യൂറിൻ ഓർ ഫീസസ്. ശരി, സ്റ്റോമ മീൻസ് ഒരു ഓപ്പണിംഗ് ആണ്, വളരെ ടൈനി ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. That is created in the abdominal wall of the passage. നമുക്ക് സ്റ്റൊമക്ക് ഒക്കെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ അബ്ഡോമിനൽ വാളിന്റെ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ഓപ്പണിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പാസേജ് ഓഫ് യൂറിൻ ഓഫ് ഫീസസ്, യൂറിനോ അല്ലെങ്കിൽ ഫീസസ് മീൻസ് സ്റ്റൂൾ, അതൊക്കെ പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ഓപ്പണിംഗ്, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഏരിയയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പണിംഗ് നമുക്ക് സ്റ്റോമ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് സ്റ്റൊമാറ്റ എന്ന് പറയും. സ്റ്റൊമാറ്റ കേട്ടിട്ടുണ്ടോ? അതിൽ കുട്ടികളുടെയൊക്കെ സ്കൂൾ പാഠപുസ്തകത്തിലുണ്ട്. നമ്മുടെ ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിക്കുമ്പോൾ ഇലയുടെ ഉള്ളിലുള്ള ഇലയുടെ പുറത്തുള്ള ചെറിയൊരു സുഷിര, അതിന് നമ്മൾ സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത്. മലയാളത്തിന്റെ പേര് ആസിരത്രം കണ്ടു പറയും. സ്റ്റൊമാറ്റ ഫോട്ടോസിന്തസിസ് പഠിക്കുമ്പോൾ ലൈറ്റ് ഒക്കെ എങ്ങനെ പ്രവേശിക്കുന്ന ഈ സ്റ്റോമയിലൂടെയാണ്. സ്റ്റോമ മീൻസ് any tiny opening on the surface of a body. അടുത്തതാണ് ടാക്ട്. ടാക്ട് മീൻസ് ടാക്ടൈൽ എന്നൊക്കെ പറയുന്നത് എന്താണ് അർത്ഥം? ടച്ച് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്താണ് ടാക്ടൈൽ? ടച്ച് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, മാർക്ക് ചെയ്തോളൂ കേട്ടോ, നമ്പേഴ്സ് മാർക്ക് ചെയ്തോളൂ. 54 മാർക്ക് ചെയ്യാം കേട്ടോ. 54 റെറ്റിന. മാർക്ക് ചെയ്യുന്ന ഒട്ടുമിക്കതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ് കേട്ടോ. റെറ്റിന 54. Then 57 മാർക്ക് ചെയ്യാം കേട്ടോ. 57, 61, 67, 68. കിട്ടിയോ? നിങ്ങളുടെ പറയാം കേട്ടോ. 54. അയ്യോ, ഒരു നമ്പർ വിട്ടുപോയല്ലോ. 53 മാർക്ക് ചെയ്യണോ കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. 53 ഇല്ലേ, റീൻ കിഡ്നി കേട്ടോ, അത് മാർക്ക് ചെയ്യണേ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. 53 മാർക്ക് ചെയ്യാം കേട്ടോ. 54, 57, 61, 67, 68. ഓക്കെ, കിട്ടിയോ? ഓക്കെ, അടുത്ത പേജിലേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് പേജോട് കൂടിയിട്ട് നമ്മുടെ കോമൺ റൂട്ട് വേർഡ്സ് അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. 69 to 79 വരെയാണ് നമുക്കിനി റൂട്ട് വേർഡ്സ് നോക്കാനുള്ളത്. ആദ്യത്തെ നോക്കാം. 69 ടെട്ര. ടെട്ര മീനിങ് എന്താണ്? 4 എന്നുള്ള അർത്ഥമാണ്. നമുക്കറിയാലോ, ബൈ ഡൈ എന്ന് പറഞ്ഞാൽ 2 ആണ്, ട്രൈ 3 ആണ്, ടെട്ര എന്താണ്? 4 ആണ്. ഓക്കെ, അടുത്തതാണ് ടോം. ടോം മീൻസ് എന്താണ്? കട്ട് എന്നുള്ള അർത്ഥം കേട്ടോ. നമ്മള് അനാട്ടമി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അനാട്ടമി, ANATOMY, അതിനകത്ത് ഒരു ടോം കയറി വരുന്നുണ്ട് അല്ലെ. ടോം കട്ട് എന്നുള്ള അനാട്ടമി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബോഡി സ്ട്രക്ചർ, മീൻസ് ബോഡിയുടെ ഉൾവശങ്ങളെ പറ്റി അല്ലെ, ബോഡിനെ കട്ട് ചെയ്തിട്ടുള്ള ഉൾഭാഗങ്ങൾ, അതാണ് അനാട്ടമി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ടോം മീൻസ് കട്ട് എന്നുള്ള അർത്ഥം കേട്ടോ. അടുത്തതാണ് ടോക്സിക്. ടോക്സിക് മീൻസ് എന്താണ്? പോയിസണസ് അല്ലെ. എന്താണ്? പോയിസണസ്. ടോക്സിക് മീൻസ് പോയിസണസ്. അടുത്തതാണ് ട്രിച്ച്. ട്രിച്ച് മീൻസ് മീനിങ് എന്താണെന്നറിയോ? ഹെയർ. എന്താണ്? ഹെയർ ആണ് കേട്ടോ. ട്രിച്ച് മീൻസ് ഹെയർ എന്നാണ് അർത്ഥം. അടുത്തത് UR, എന്നാണ് വായിക്കുക. എർ മീൻസ് യൂറിൻ. ഓക്കെ, UR എന്തിനെയാണ് പ്രസന്റ്? യൂറിൻ. ഓക്കെ, യൂറിൻ. ഓക്കെ, ബാരിക്. ഓക്കെ, ശനി കറക്റ്റ്, യൂറോളജി. അടുത്തത് ബാരിക്. ബാരിക് എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മ വരുന്നത് എന്താ? വെരിക്കോസ് വെയിൻ അല്ലെ. വെരിക്കോസ്, വാരിക്കോസ് വെയിൻ, വെരിക്കോസ് വെയിൻ അല്ലെ, ബാരിക്. അടുത്തതാണ് വെർട്ടിഗോ. എന്താണ്? വെർട്ടിഗോ. എന്താണ് വെർട്ടിഗോ മീനിങ് എന്താ അറിയോ? എ ഡിസോർഡേർഡ് സെൻസേഷൻ. എന്താണ്? പോയിസണസ് കേട്ടോ. പോയിസണസ് എന്ന് വെച്ചാൽ എന്താ? വിഷാംശമുള്ളത് എന്നർത്ഥം കേട്ടോ. ഓക്കെ,
എന്താണ് ഷാനി ചോദിക്കുന്നത്? വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ പാണ്ടാണ്. അതല്ല, അത് അത് വേറെയാണ് കേട്ടോ. ഓക്കെ, വെർട്ടിഗോ വേറെയാണ്. Vertigo means a disordered sensation in which one's own body of the surroundings are seen as moving. അതായത് നമുക്ക് ചുറ്റും കറങ്ങുന്ന പോലെയുള്ളൊരു അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടിഗോ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, വെർട്ടിഗോ ദാറ്റ് മീൻസ് നമ്മള് ഇയർ ബാലൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ വരില്ലേ? ഇയർ ബാലൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോ വരുന്നൊരവസ്ഥയാണ് ഈ വെർട്ടിഗോ എന്ന് പറയുന്നത് കേട്ടോ. അത് തന്നെ, തലകറക്കം. അത് തന്നെ, ഡിസോർഡേർഡ് സെൻസേഷൻ ഇൻ വിച്ച് വൺസ് ഓൺ ബോഡി ഓർ ദ സറൗണ്ടിങ്സ് ആർ സീൻ ആസ് മൂവിങ് കേട്ടോ. ഇയർ ബാലൻസിന്റെ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, ചുറ്റും കറങ്ങുന്ന പോലെ തോന്നും അല്ലെ? അതെ അതെ അതെ, ഞാനത് പറയാൻ വരുന്നു. വെർട്ടിഗോ എന്നായിരിക്കും അവർ കഴിക്കുന്ന മരുന്നിന്റെ പേര് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. വെർട്ടിൻ അല്ലെങ്കിൽ വെർട്ടിഗോ 16 mg, വെർട്ടിഗോ 8 mg എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അമ്മയുടെ അമ്മയ്ക്ക് എല്ലാവർക്കും തരില്ല, എന്റെ അമ്മയ്ക്ക് ഉണ്ട് ഇയർ ബാലൻസിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ അമ്മ കഴിക്കുന്ന മരുന്നിന്റെ ആ പേരാണ് വെർട്ടിൻ ആണ്. വെർട്ടിൻ 16 ആണ് കഴിക്കുന്നത്, വെർട്ടിൻ 16. അപ്പം ഈ ഇയർ ബാലൻസ് നമ്മുടെ ഇയർ എന്ന് ചെവി എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലൻസിന് ഓക്കെ അമ്മയ്ക്ക് ഉണ്ട്. മിക്ക ചെറുപ്പക്കാർക്കും അറിയേണ്ട പ്രശ്നം ഇയർ ബാലൻസിന്റെ പ്രോബ്ലം. അപ്പൊ ഇത് വരുമ്പോ നമുക്ക് ഇങ്ങനെ ചുറ്റും കറങ്ങുന്ന ഒരു ഫീലിംഗ് ആണ്. ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യും, തലകറങ്ങുമ്പോ തന്നെ ഭയങ്കരമായ വൊമിറ്റും വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പൊ ആ മരുന്നിന്റെ പേരില് വെർട്ടിഗോ, വെർട്ടിൻ എന്നൊക്കെ കാണാൻ പറ്റും, തന്നെ ശ്രദ്ധിച്ചാൽ മതി. സോ ഇറ്റ് ഇസ് എ ഡിസോർഡേർഡ് സെൻസേഷൻ ഇൻ വിച്ച് വൺസ് ഓൺ ബോഡി ഓഫ് ദ സറൗണ്ടിങ്സ് ആർ സീൻ ആസ് മൂവിങ്. എന്താണ്? ഞാൻ സ്ഥിരം ഹോസ്പിറ്റലിൽ, ഓക്കെ, സ്ഥിരം ഹോസ്പിറ്റലിലാണല്ലേ? ഓക്കെ, ഇയർ ബാലൻസിന്റെ നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ മതിയാവും. പിന്നെ അങ്ങനെയുള്ള ആളുകള് അധികം ഇങ്ങനെ മുകളിലേക്ക് നോക്കാനും അതുപോലെ ഇങ്ങനെ ഒരുപാട് കുമ്പിട്ട് ഇങ്ങനെ നിവരാനൊക്കെ പാടില്ല. അങ്ങനെയൊക്കെ വരും, പെട്ടെന്ന് ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങൾ വരും. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്റെ അമ്മയ്ക്കൊക്കെ വന്ന സമയത്ത് ഈ ഇടയ്ക്ക് മാറാലൊക്കെ ഇങ്ങനെ അടിക്കുമല്ലോ, ഈ മാറാലെന്ന് വെച്ച് ഇങ്ങനെ മുകളിൽ നോക്കിയിട്ട് അടിക്കുമ്പോഴൊക്കെ പ്രശ്നമാണ്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അധികം അങ്ങനെ മുകളിലേക്ക്, പിന്നെ നമ്മള് താഴെ നിന്നൊക്കെ പെട്ടെന്ന് കുമ്പിട്ടൊക്കെ നിവരാനൊക്കെ വരുമ്പോ ഇഷ്യൂസ് ഒക്കെ വരും. മിക്ക ആളുകൾക്കും ഉണ്ട് കേട്ടോ പ്രശ്നം. ഓക്കെ, അപ്പൊ നോർത്താൽ മതി, വെർട്ടിഗോനി മറക്കില്ല എന്ന് വിചാരിക്കുന്നത് കേട്ടോ. അടുത്തതാണ് വിസർ. വിസർ മീൻസ് എന്താണ്? ഇന്റേണൽ ഓർഗൻസ്. വിസറൽ ഓർഗൻസിനെ കേട്ടാൽ ഓർത്തോ, ആന്തരിക അവയവങ്ങൾ പറയുന്നതാണ് വിസറൽ ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ് കേട്ടോ. ആന്തരിക ഓർഗൻസ് അല്ല, ആന്തരിക അവയവങ്ങൾ. ഓക്കെ, വിസറൽ. ഓക്കെ, നെക്സ്റ്റ് വിസ്കസ്. വിസ്കസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്റ്റിക്കി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വിസ്കസ് അല്ലെ, നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വിസ്കോസിറ്റി അല്ലെ, വിസ്കോസിറ്റി അല്ലെ, പശ പോലെ അല്ലെ, സ്റ്റിക്കി. തേനിന്റെ വിസ്കോസിറ്റി കൂടുതലാണെന്ന് നമ്മൾ പറയുന്നു അല്ലെ, ഒഴുക്ക് കുറവല്ലേ, ഭയങ്കര പശ പോലെയല്ലേ ഇരിക്കുന്നത്. സോ വിസ്കസ് മീൻസ് സ്റ്റിക്കി. അടുത്തതാണ് സെൻ. സെൻ എന്നാണ് കേട്ടോ. സെൻ എന്ന് വായിക്കുന്നത് സെൻ. സെൻ സെൻ മീൻസ് ഫോറിൻ. എന്താണ്? ഫോറിൻ മെറ്റീരിയൽ കേട്ടോ, സെൻ. ഓക്കെ, സെൻ മീൻസ് എന്താണ്? ഡ്രൈ എന്നുള്ള അർത്ഥം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സീറോഫ്താൽമിയ എന്ന് കേട്ടിട്ടുണ്ടോ? സീറോഫ്താൽമിയ നമ്മുടെ കണ്ണ് ഡ്രൈ ആവുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ, സീറോഫ്താൽമിയ എന്ന് പറഞ്ഞത്. അപ്പൊ ഡ്രൈ ആവാണ് സീറോഫ്താൽമിയ. CORC എന്നാണ് തുടങ്ങുന്നത്. സീറോഫ്താൽമിയ കണ്ണിന് വരുന്ന പ്രശ്നമാണ്, കണ്ണിന് നമ്മുടെ ഡ്രൈ ആയി പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പൊ സെൻ മീൻസ് ഡ്രൈ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ മാർക്ക് ചെയ്തോളൂ, തന്നെ പ്ലസ് മാർക്ക് ചെയ്തോളൂ. 71 കേട്ടോ, 71 മാർക്ക് ചെയ്യാം. 71. പിന്നെ 75, 76 കേട്ടോ. ഇതൊക്കെയാണ് 71, 75, 76. വിറ്റിലിഗോ എന്ന് പറയില്ലേ, വിറ്റിലിഗോ, അതാണ് കേട്ടോ വെള്ളപ്പാണ്ട്. ഇത് വെർട്ടിഗോ. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയത്. നമ്മള് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ നമ്മളിതിൽ പഠിച്ചില്ലേ ഡെർമറ്റോളജിയുടെ, അത് വിറ്റിലിഗോ. വിറ്റിലിഗോ മീൻസ് വെള്ളപ്പാണ്ട്, ഇത് വെർട്ടിഗോ കേട്ടോ. ഓക്കെ, ഇത് വായിച്ചത് വായിച്ചത്.
ഓക്കെ, അപ്പൊ മനസ്സിലായില്ല, അത് കൺഫ്യൂഷൻ എന്നതാണ് മനസ്സിലായി, കുഴപ്പമില്ല. അത് വിക്ടിലിംഗോ ഇത് വരട്ടിങ്ങോ. വിക്ടിലിംഗോ മീൻസ് വെള്ളപ്പാണ്. അപ്പൊ കിട്ടിയില്ലേ, നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 71, 75, 76 കാണും. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മുടെ കോമൺ റൂട്ട് വേർഡ്സ് അവിടെ അവസാനിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള മിക്കത് നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. ഒട്ടുമിക്കത് മാർക്ക് ചെയ്യുന്നതൊക്കെ ഒരുവിധം നമുക്ക് അറിയാവുന്നത്, നമ്മൾ പല ചാപ്റ്റേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ അത് തെറ്റാതെ നോക്കട്ടെ. രണ്ട് രീതിയിലും ചോദിക്കാം കേട്ടോ. റൂട്ട് വേർഡ് തന്നിട്ട് അതിന്റെ മീനിങ് ചോദിക്കാം, അല്ലെങ്കിൽ മീനിങ് തന്നിട്ട് അതിന്റെ റൂട്ട് വേർഡ് ഏതാണ് അങ്ങനെയും ചോദിക്കാം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ പ്രിഫിക്സ് കഴിഞ്ഞു, സഫിക്സ് കഴിഞ്ഞു, കോമൺ റൂട്ട് വേർഡ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അബ്രീവിയേഷൻസ് ആണ് കേട്ടോ. അതൊരു 326 നമുക്ക് പഠിക്കാനുണ്ട്. മീൻസ് നമ്മുടെ ടെക്സ്റ്റിനകത്തുണ്ട് കേട്ടോ അബ്രീവിയേഷൻസ്. അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കെഴുത്തുകളാണ് അല്ലെ. നമുക്കറിയാം വലിയ വലിയ ഡോക്യുമെന്റ്സ് ഷോർട്ടൻ ചെയ്യുന്നത്, നമ്മള് ഷോർട്ടൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ അബ്രീവിയേഷൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടംപോലെ അബ്രീവിയേഷൻസുകൾ പഠിക്കുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അബ്രീവിയേഷൻസുകൾ ഉണ്ട്. അപ്പോ തുടങ്ങല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ അബ്രീവിയേഷൻസ് കേട്ടോ. ഫസ്റ്റ് പേജില് നമുക്ക് 1 തൊട്ട് 8 വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അബ്രീവിയേഷൻസ്. അപ്പൊ ആദ്യത്തെ നോക്കാം. A and P. ഇത് സ്മോൾ ലെറ്ററിൽ വരുമ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലൊക്കെ വരുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. A and P. A and P എന്താണ്? അനാട്ടമി ആൻഡ് ഫിസിയോളജി. അനാട്ടമി ആൻഡ് ഫിസിയോളജി. അനാട്ടമി എന്താണ്? അതായത് നമ്മുടെ സ്റ്റഡി ഓഫ് ദ ഹ്യൂമൻ ബോഡി സ്ട്രക്ചർ അല്ലെ. നമ്മുടെ അനാട്ടമി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബോഡി സ്ട്രക്ചർ. ഫിസിയോളജി മീൻസ് ഹൗ ഇറ്റ് ഫങ്ഷൻസ് അല്ലെ. അനാട്ടമി നമ്മുടെ ബോഡി സ്ട്രക്ചറിനെ കുറിച്ചുള്ള പഠനമാണ്. നമ്മുടെ ബോഡി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഫിസിയോളജി അല്ലെ. അനാട്ടമി ആൻഡ് ഫിസിയോളജി. അടുത്തത് A ഹൈഫൺ ആണ് അല്ലെ. എന്താണത്? ബിഫോർ എന്നുള്ള അർത്ഥം കേട്ടോ. ബിഫോർ. ഓക്കെ, ബിഫോർ ആണ്. A എന്നാണ് കൊടുക്കുക. എന്താണ്? ഫസ്റ്റ് പേജ് 2 ഇമ്പോർട്ടന്റ് ഉള്ളോ? ഏത് ഫസ്റ്റ് പേജിലാണ്? അബ്രീവിയേഷൻസിന്റെ ആണോ? പറയാം കേട്ടോ. അത് വായിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം. മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അടുത്തതാണ് A ഹൈഫൺ. A അതെങ്ങനെയാണ്? ഓഫ് ഈച്ച് എന്നർത്ഥം. ഓഫ് ഈച്ച് എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ കേട്ടോ. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് യൂസിങ് റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻസ്. നമ്മൾ സാധാരണ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു അബ്രീവിയേഷൻസ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മള് ഒരു മരുന്ന് അല്ല 2 മരുന്ന് ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്യണമെന്ന് വിചാരിക്കും. അതായത് 2 മരുന്നുകള് ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന അബ്രീവിയേഷൻസ് ആണ് കണ്ടോ. A ഹൈഫൺ ഓഫ് ഈച്ച് ഉണ്ടാവും. അതായത് ഈക്വൽ എമൗണ്ട് ഓഫ് ഈച്ച് എന്നർത്ഥം. ഈക്വൽ എമൗണ്ട് ഓഫ് ഈച്ച്, ഓരോന്നിന്റെ തുല്യ അളവിലെടുത്ത് മിക്സ് ഒക്കെ ചെയ്യുന്ന മരുന്നുകളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അബ്രീവിയേഷൻസ്, അതായത് പ്രിസ്ക്രിപ്ഷൻസിലാണ് അത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ABD. ABD എന്താണ്? എക്സ്പാൻഷൻ. അബ്ഡോമൻ. അബ്ഡോമൻ എന്നാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ABG. ABG ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. ABG എന്താണ്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എന്നാണ് കേട്ടോ. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ഓക്കെ, അപ്പോ ABG ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. കാരണം നമ്മുടെ ബ്ലഡിനകത്തുള്ള ഓക്സിജന്റെ കാർബൺ ഡയോക്സൈഡിന്റെ ലെവൽ ഉണ്ടല്ലോ, അത് മെഷർ ചെയ്യുന്നതിനെയാണ് ABG എന്നാണ് പറയുന്നത് കേട്ടോ. ആർട്ടീരിയൽ. ആർട്ടറി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ആർട്ടറി എന്ന് വെച്ചാൽ ധമനി എന്നുള്ള അർത്ഥമാണ്. ആർട്ടീരിയൽ ആർട്ടറിയിലൂടെ ഒഴുകുന്ന ബ്ലഡ് അല്ലെ. ബ്ലഡിന്റെ ആർട്ടറി മീൻസ് ധമനിയാണ്. ഈ ബ്ലഡിൽ ഉള്ള ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് അതിന്റെ ലെവലുകള് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ലേ, അതിന്റെ അളവൊക്കെ എടുക്കുന്നത് ABG എന്നാണ് പറയുക. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ. ഓക്കെ, അടുത്തത് AC. AC എന്താണ്? ബിഫോർ മീൽസ് എന്നാണ് കേട്ടോ. ബിഫോർ മീൽസ്. ഓക്കെ, അടുത്തതാണ് ACLS. ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. എന്താണ്? FAC. ഓക്കെ. ഡയബറ്റീസ് എടുക്കുന്നതിന് മുമ്പ് കാണുന്നത്. അതെ, ബിഫോർ മീൽസ് ഭക്ഷണത്തിന് മുമ്പ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പറയാം. ഓക്കെ, അടുത്തതാണ് ACLS കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ ആണ്. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കേട്ടോ. അതാണ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അടുത്തതാണ് ആഡ്ലിബ്. ആഡ്ലിബ് എന്താണെന്ന് എക്സ്പാൻഷൻ. ആസ് മച്ച് ആസ് ഡിസൈർഡ് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ആസ് മച്ച് ആസ് ഡിസൈർഡ്. ആഡ്ലിബ്. ഓക്കെ,
കിട്ടിയോ? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്തോളൂ. 5ഉം 7ഉം ആണ് കേട്ടോ. 5ഉം 7ഉം മാർക്ക് ചെയ്യാം കേട്ടോ. 5 ABG ആർട്ടീരിയൽ ബ്ലഡ് ക്യാൻസർ, 7 ACLS അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. നിങ്ങൾ ആംബുലൻസ് സർവീസസ് ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും ACLS അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ഓക്കെ, ക്ലിയർ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടാവും? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. അടുത്ത പേജിലോട്ട് നോക്കാൻ നമുക്ക് 9 to 29 വരെയാണ് കേട്ടോ. 9 തൊട്ട് 29 വരെയാണ് കേട്ടോ അബ്രിവേഷൻസ് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് വായിക്കാം. ഫസ്റ്റ് വൺ ADL. ADL എന്താണ്? ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ് എന്നാണ് കേട്ടോ അതിന്റെ എക്സ്പാൻഷൻ. ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ് എന്നതിന്റെ ചുരുക്കമാണ് ADL. നമ്മൾ മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ, ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ്. അടുത്തത് AED. AED നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. എന്താണ്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അതാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അതായത് നമ്മുടെ ഹാർട്ടിലോട്ട് ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം റിസ്യൂം ചെയ്യുന്ന ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു എക്യുപ്മെന്റിന് നമ്മൾ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്നാണ് പറയുന്നത്. 2 ഇലക്ട്രോഡ് ഉണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കേട്ടില്ലേ? ഒരു എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ, ഒരു സിനിമ ഉണ്ടല്ലോ, രാജാറാണി എന്ന് പറഞ്ഞൊരു സിനിമ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നസ്രിയയുടെ രാജാറാണി എന്ന് പറഞ്ഞിട്ട് ആ സിനിമയ്ക്ക് അവർക്ക് ആക്സിഡന്റ് സംഭവിക്കുമ്പോ ആംബുലൻസിൽ വെച്ച് കൊടുക്കുന്നില്ലേ, ഒരു 2 ഇലക്ട്രോഡ്സ് വെച്ച് ചെസ്റ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഷോക്കങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോ ഹാർട്ട് തിരിച്ച് റെസ്യൂം ചെയ്തു പോകും, ചിലപ്പോ, ഉറപ്പില്ല, ചിലപ്പോ. ഇപ്പൊ 2 or 3 ഷോക്കുകൾ കൊടുക്കുമ്പോ ഇലക്ട്രിക് പൾസ് കൊടുത്തുകൊണ്ട്, ഷോക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓക്കെ ശാന്തി. അപ്പൊ അതിനകത്ത് ഹാർട്ട് തിരിച്ച് റിസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. ഓക്കെ, പിന്നെ വരുന്നതാണ് AF. AF എന്താണെന്നറിയോ? ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നാണ് കേട്ടോ. എന്താണ് ഏട്രിയൽ ഫിബ്രിലേഷൻ? ദാറ്റ് മീൻസ് ഇറഗുലർ വെരി റാപ്പിഡ് ആയിട്ടുള്ള ഹാർട്ട് റിതമാണ് കേട്ടോ ഏട്രിയൽ. ഈ ഏട്രിയം എന്ന് കേൾക്കുന്നതും ആർട്ടറി തമ്മിൽ മാറിപ്പോകുന്നത് കേട്ടോ. ഏട്രിയൽ എന്നൊക്കെ പറയുമ്പോൾ, ഏട്രിയം എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ഹാർട്ടിന് 4 അറകളുണ്ട്. അതിന്റെ മുകളിലത്തെ അറകളെ നമ്മൾ ഏട്രിയം എന്നാണ് പറയുക, താഴത്തെ അറകളെ നമ്മൾ വെട്രിക്കിൾ എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, ഏട്രിയം. ഓക്കെ, ഞാന് അത് നയൻതാര ഇത് നസ്രിയ 2 പേർക്കും ചെയ്യും. ഓക്കെ 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 ഓക്കെ. സിനിമയ്ക്കകത്തുണ്ട്. ഞാൻ ഈ സംഭവം പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ സംഭവം മനസ്സിലായല്ലോ? അപ്പൊ ഇനി നിങ്ങൾ അത് കാണുന്നത് AED ആണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, എന്താണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ? അടുത്തത് AF കേട്ടോ. AF എന്താണ്? ഏട്രിയൽ ഫിബ്രിലേഷൻ കേട്ടോ. ഏട്രിയം എന്നൊക്കെ പറയുന്നത് ഹാർട്ടിന്റെ അറയാണ് കേട്ടോ. മുകളിലത്തെ അറകളെയാണ് ഏട്രിയം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് റിതം, അതായത് താളം തെറ്റിയിട്ടുള്ള ഹാർട്ടിന്റെ റിതം, അതിനെയാണ് AF എന്ന് പറയുന്നത് കേട്ടോ. ഏട്രിയൽ ഫിബ്രിലേഷൻ. അതെന്താണെന്ന് ചോദിക്കില്ല, നമ്മുടെ എക്സ്പാൻഷൻ മാത്രം നോക്കിയാൽ മതി. എയ്ഡ്സിന്റെ എന്താണ് എക്സ്പാൻഷൻ? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലെ? HIV ബാധിക്കുന്നത്, HIV വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയാണ് അത് എന്താക്കുന്നത്? നശിപ്പിക്കുന്നത് അല്ലെ. നമ്മുടെ ഇമ്മ്യൂണിറ്റി അവിടെ കുറയാണ്, അതിന് ഡെഫിഷ്യന്റ് ആക്കുകയാണ് അല്ലെ. ഇമ്മ്യൂണിറ്റി കുറയുകയും നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരികയും അങ്ങനെ മരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അടുത്തതാണ് AK. എന്താണ്? എബവ് ദ നീ, നമ്മുടെ മുട്ടിന് മുകളിലുള്ള ഭാഗം കേട്ടോ. മുട്ടിന്റെ മുകളിലുള്ള ഭാഗത്തിനെയാണ് AK, എബവ് ദ നീ ആണ് കേട്ടോ, മുട്ടിന് മുകളില്. അടുത്തതാണ് AKA. AKA എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എബവ് ദ നീ ആംപ്യൂട്ടേഷൻ ആണ്. എബവ് ദ നീ ആംപ്യൂട്ടേഷൻ, നമ്മുടെ മുട്ടിന് മുകളിൽ വെച്ച് ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഛേദിക്കുക, മുറിക്കില്ലേ, അതിനെയാണ് കേട്ടോ എബവ് ദ നീ ആംപ്യൂട്ടേഷൻ. മുട്ടിന് മുകളിൽ വെച്ച് മുറിക്കുന്നതിനെയാണ് AKA എന്ന് പറയുന്നത്.
അബൌവ് ദ നീ ആംപ്യൂട്ടേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് എ ലൈൻ. എ ലൈൻ എന്താണെന്നറിയോ? ആർട്ടീരിയൽ ലൈൻ ആണ് കേട്ടോ. എ ലൈൻ മീൻസ് ആർട്ടീരിയൽ ലൈൻ ആണ് കേട്ടോ. അതൊരു കത്തീഡ്ര ആണ് കേട്ടോ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കത്തീഡ്ര ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ആർട്ടറി. നമ്മുടെ ആർട്ടറി ഉണ്ടല്ലോ, ധമനിയിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കത്തീഡ്ര ആണ് കേട്ടോ. ദാറ്റ് ഈസ് എ ലൈൻ, ആർട്ടീരിയൽ ലൈൻ എന്നാണ് പറയാ. അടുത്തത് AMA. AMA എന്താണെന്നറിയോ? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നാണ് കേട്ടോ. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അടുത്തതാണ് ANB. സ്മോൾ ലെറ്റർ ആണ് ANB. ആംബുലേറ്ററി. ഇതാണ് ആംബുലേറ്ററി. ആംബുലേറ്ററിക്ക് പല മീനിങ് ഉണ്ട് കേട്ടോ. ആംബുലേറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് നീങ്ങാവുന്നത്, സഞ്ചരിക്കാവുന്നത് എന്നുള്ള മീനിങ് ഉണ്ട്. അതുകൂടാണ്ട് ആംബുലേറ്ററി ക്ലിനിക് എന്ന് പറയും. ആംബുലേറ്ററി ക്ലിനിക് എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ നമ്മൾ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതിന് നമ്മൾ ആംബുലേറ്ററി ക്ലിനിക് എന്നാണ് പറയുന്നത് കേട്ടോ. രണ്ട് മീനിങ്സ് ഉണ്ട് കേട്ടോ. ആംബുലേറ്ററി മീൻസ് നമുക്ക് നടക്കാവുന്നത്, നീങ്ങാവുന്നത്, സഞ്ചരിക്കാവുന്നത്, അങ്ങനെയുള്ള ഒരു മീനിങ് ഉണ്ട്. പിന്നെ ആംബുലേറ്ററി ക്ലിനിക്കുകൾ ഉണ്ട് കേട്ടോ. അടുത്തതാണ് AM, അതെ, ആംബുലേറ്ററി സർവീസസ്. അടുത്തത് AMI. AMI എന്താണ്? അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് കേട്ടാൽ എന്താണ്? ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. AMI, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഓക്കെ. ദെൻ AMS. AMS എന്താണ്? ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് എന്നാണ് കേട്ടോ. എന്താണ്? ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. ഓക്കെ. ദെൻ അടുത്തത് ANT ആണ് കേട്ടോ. സ്മോൾ ആണ് ANT. ആന്റീരിയർ. ആന്റീരിയർ. ഓക്കെ. ആന്റീരിയർ എന്ന് പറയുന്നത് നമ്മള് പറയും മുകൾ ഭാഗം, മുൻഭാഗം, അതിനേക്കാണ് ആന്റീരിയർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ANT ഇത്രയും വരെ ഇവിടെ ഇരിക്കട്ടെ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ 20 വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ കേട്ടോ. 20 വരെ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. ആ 20 വരെയുള്ളതിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 12ഉം 16ഉം ആണ് കേട്ടോ. 12 മാർക്ക് ചെയ്തോളൂ, 16 മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 12 and 16 അവിടെ മാർക്ക് ചെയ്ത് വെക്കും. നമ്മൾ 20 വരെ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നിലു മിസ്സും ഞാനും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ അത് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ കുറച്ച് ഭാഗം മിസ് എടുക്കും, ബാക്കി വരുന്നത് ഞാൻ കണ്ടിന്യൂ ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്.